ഹമാസുമായിട്ടുള്ള ഇസ്രായേലിന്റെ പോരാട്ടത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത മുഹമ്മദ് സിൻവർ എന്ന് പറയുന്ന ഹമാസ് ഭീകരവാദിയെ വധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഇസ്രായേൽ ആ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഗാസ ഏകദേശം തരിപ്പണമായി. ഇനി എന്തായിരിക്കും അടുത്ത? കാരണം ഒരു മെയിൻ ഭീകരനാണ് ചത്തിരിക്കുന്നത്, തീവ്രവാദിയാണ് ചത്തിരിക്കുന്നത് തന്നെ പറയാം. ഇങ്ങനെയുള്ളവർ എന്തിനാണ്? അപ്പൊ നമ്മുടെ PV അൻവറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ലെങ്കിലും ഞാൻ താരതമ്യം ചെയ്യല്ല, കോൺഗ്രസിന് അതിലൊരു തീരുമാനം, അത് ജനാധിപത്യപരമായ തീരുമാനം. ഇതുപോലുള്ള അദ്ദേഹം ഇങ്ങനെയുള്ള ഭീകരനൊന്നും അല്ല. തീർച്ചയായിട്ടും എത്രയോ നല്ല മനുഷ്യനാണ് നമ്മുടെ അൻവർ. ഇവിടെ നമ്മൾ രാഷ്ട്രീയമായിട്ട് PV അൻവറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും സൈനികമായിട്ട് ഇസ്രായേൽ പട്ടാളം അൻവറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. നേരത്തെ ഒരു അൻവറിൻ്റെ കാര്യത്തിൽ നേരിട്ട് തന്നെ ഒരു തീരുമാനം എടുത്തിരുന്നു. അതായത് ഖാൻ യൂനിസിൽ വെച്ചിട്ട് യാഹ്യ സിൻവർ എന്നാണ് ശരിക്കുള്ള പേര്, യാഹ്യ എന്നാണ് ഉച്ചാരണം. യാഹ്യ സിൻവർ എന്ന് പറയുന്ന ആളിനെ കൊന്നു. നേരിട്ട് ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നും പറഞ്ഞാണ് ഇസ്രായേൽ സൈന്യം പടഹധ്വനികളോടുകൂടി ഇസ്രായേലിലേക്കും ടെൽ അവീവിലേക്കും മടങ്ങിയത്. ആ അൻവറിനെ വലിയ ഒരു ശവഘോഷയാത്രയായിട്ട് കൊണ്ടു നടന്നു. എത്രയോ ലക്ഷങ്ങളാണ് പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ ഒരു ചരമ ശുശ്രൂഷയ്ക്ക് വേണ്ടി എത്ര ലക്ഷങ്ങൾ പറഞ്ഞു. മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി എത്ര പേരെ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വൻപിച്ച ജനക്കൂട്ടമായിരുന്നു. അത് കഴിഞ്ഞു, അത് തീർന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ ആണ് അടുത്ത സിൻവർ അധികാരത്തിലേറിയത്. കൊച്ചു പയ്യനാണ്, ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഇപ്പോൾ പറഞ്ഞ ഈ മുഹമ്മദ് സിൻവർ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പരിക്ക് ഏൽപ്പിച്ചിരുന്നു അന്നെന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം ജീവനോടുണ്ടോ ജീവനോടില്ലയോ എന്നുള്ള കാര്യത്തിൽ ഇസ്രായേൽ സൈന്യത്തിന് ഒരു കൺഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് കിട്ടിയിരിക്കുന്ന എവിടെ? ഒരു തുരങ്കത്തിന് ഇടയിൽ നിന്ന്. അദ്ദേഹം മാത്രം ഒറ്റയ്ക്കല്ല, 12 പേരോടൊപ്പം, അദ്ദേഹത്തിൻ്റെ അകമ്പടി സേവിക്കുന്നവരായിരിക്കണം, 12 പേരോടൊപ്പം ആ തുരങ്കത്തിൽ നിന്ന്. അവരൊരു പ്രത്യേക ബ്രിഗേഡാണ്. ആ ബ്രിഗേഡിൻ്റെ പേരെന്ന് റാഫ ബ്രിഗേഡ് എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെട്ട 12 സൈനികരോടൊപ്പമാണ് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹങ്ങൾ. ഫോസിലൊക്കെ കണ്ടുപിടിക്കുന്ന പോലെയാണ് ഇത് കണ്ടുപിടിച്ചത്, ഡൈനോസോറിൻ്റെ ഫോസിൽ. കാരണം അവിടെ ആ ഗുഹയിൽ മാസങ്ങളായിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ശവശരീരങ്ങളാണ്. അത് കണ്ടെടുത്തിട്ട് ഐഡൻറ്റിഫൈയും ചെയ്തിരിക്കുന്നു. പക്ഷേ അവിടെ തണുപ്പ് കൂടുതലുള്ളതുകൊണ്ടായിരിക്കും ഇത്രയും സുരക്ഷിതമായിട്ട് ഇത്രയും നാൾ അവിടെ ഇരുന്നത്. നാശം എന്തായാലും ശരി, നാശനഷ്ടങ്ങളുണ്ടായി കാണും, ഛിന്ന ഭിന്നമായി കാണും ശരീരം കാലത്തിൻ്റെ ആ പ്രഹരം കൊണ്ട്. തീർച്ചയായിട്ടും അത് കണ്ടെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈ 2 പേരെ, 2 സീനിയറായിട്ടുള്ള ഭീകരന്മാരെ വധിച്ചിരിക്കുന്നതായിട്ട് അവരറിയിക്കുന്നു. എന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ അവകാശവാദത്തിന് പറ്റി ഒരുപാട് പേരുടെ പട്ടികയുണ്ട്. നേരത്തെ അവർ കൊന്ന കൂട്ടത്തിൽ അവരുടെ തൊപ്പിയിൽ തൂവൽ ചേർക്കുന്ന പോലെയുള്ള ഭീകരവാദികളായിട്ടുള്ള ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന കൊടും ഭീകരനുണ്ട്. അതുപോലെ മുഹമ്മദ് ദെയ്ഫ് എന്ന് പറയുന്ന കൊടും ഭീകരനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇപ്പം പറഞ്ഞ യാഹ്യ സിൻവർ വരുന്നത്. അതും കഴിഞ്ഞ് അതിൻ്റെ തൊപ്പിയിൽ ഒരു തൂവൽ കൂടി ചേർത്തുകൊണ്ടാണ് ഇപ്പം മുഹമ്മദ് സിൻവാർ വരുന്നത്. അങ്ങനെ ഇപ്പോൾ 4 തൂവലുകളാണ് ഇസ്രായേൽ പട്ടാളത്തിൻ്റെ തൊപ്പിയിൽ ഇപ്പോൾ തുന്നിച്ചേർക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, രഞ്ജിനിക്ക് തോന്നുന്നുണ്ടോ? ഞാനൊരു ചോദ്യം ചോദിച്ചു, രഞ്ജിനിക്ക് തോന്നുന്നുണ്ടോ ഇതോടുകൂടി അവിടുത്തെ ആ ഭീകരവാദം? ഇല്ല സർ, കാരണം ഇപ്പൊ അവിടുത്തെ പലസ്തീൻ ജനത തന്നെ ഇവർക്കെതിരാണ്, ഹമാസിനെതിരായിട്ട് തെരുവിലിറങ്ങി. കാരണം കുഞ്ഞുങ്ങൾ കൺമുമ്പിൽ മരിച്ചു പോകുന്നു, അനാഥമാകുന്ന കുഞ്ഞുങ്ങൾ, പട്ടിണി, ദാരിദ്ര്യം, ഇതുകൊണ്ട് ആ ജനങ്ങൾ വലഞ്ഞിരിക്കുന്നത്. ശരിക്കും ജനങ്ങൾ തന്നെ തെരുവിലിറങ്ങി ഈ ഹമാസിനെതിരെ ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്തായാലും തീരത്തില്ല. ഈ ഹമാസ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിനെ ഇല്ലാണ്ടാക്കാതെ പലസ്തീൻ ജനതയ്ക്ക്, മറ്റുള്ളവർക്ക് സമാധാനം, സാധാരണ ജനങ്ങളുണ്ട്, സിവിലിയൻസ് ഉണ്ട്, അപ്പോൾ അവർക്കൊരു സ്വസ്ഥത ഇനി കിട്ടില്ല. ഇനി ആ ബാക്കിയുള്ളവരെ രക്ഷിക്കണമെങ്കിൽ ഇവരെ ഉന്മൂലനം ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പലസ്തീൻ ജനത, ഇപ്പൊ നമ്മുടെ കാശ്മീരിലെ ജനങ്ങൾ ഇറങ്ങിയില്ലേ തെരുവില്, സ്ത്രീകൾ ഉൾപ്പെടെ ഇറങ്ങി, അതുപോലെ അവരെ ഇറങ്ങി ഒരു പക്ഷേ ഇസ്രായേൽ സൈന്യത്തിന് കൂട്ടു നിൽക്കുകയാണെങ്കിൽ ഇവരെ ഒരുമിച്ച് തുരത്തുക, എന്നിട്ട് പലസ്തീനിന് ഒരു രാജ്യമാക്കി അല്ലെങ്കിൽ അവർക്കൊരു സെപ്പറേറ്റ് ഒരു ഇതാക്കി മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, ഏകദേശം 14,000 കുട്ടികൾ മരണത്തിന്റെ വക്കിൽ നിൽക്കുകയാണ്. ഈ ആഹാരം പട്ടിണിയിലാണ്. ഇന്നലെ ഇസ്രായേൽ സൈന്യമാണ് ഇപ്പോൾ US മറ്റും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നതിന് ഇപ്പോൾ അവർ അനുമതി കൊടുത്തിട്ടില്ല ഇസ്രായേൽ. അപ്പോൾ അതിനെ നിരോധിച്ചിരിക്കുക. അപ്പോൾ ഇസ്രായേൽ തന്നെ ഇന്നലെ
ഫുഡ് ഐറ്റംസ്, ഇത്തരത്തിലുള്ള ആഹാര സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. അനുവാദമാണ് കൊടുത്തിരിക്കുന്നത്. ഇസ്രായേൽ നേരിട്ട് കൊടുത്തോളാം, നേരിട്ടാണ് കൊടുത്തിരിക്കുന്നതെന്നാണോ എനിക്ക് കിട്ടിയ ഞാൻ അറിഞ്ഞ വാർത്ത. അപ്പൊ അവര് തന്നെ, കാരണം മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ അവര് മാറ്റി നിർത്തിക്കൊണ്ട്, ഒരു പക്ഷേ ഇതിനകത്ത് ട്രംപ് നന്നായിട്ട് കളിക്കുന്നുണ്ട്, ഒന്നുകിൽ പിന്നെ ഇസ്രായേൽ നന്നായിട്ട് തിരിച്ചടിക്കുന്നു. പക്ഷെ ഇതൊരു ഒരു സമാധാന ചർച്ചകൾക്കൊക്കെ നിർത്തിക്കൊണ്ട് ഹമാസിനെതിരായിട്ട് ഒരു യുദ്ധം ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ജനങ്ങളെ, സിവിലിയൻസിനെ ഇനിയും രക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, കുഞ്ഞുങ്ങൾ എന്താണ്, അല്ലെങ്കിൽ സ്ത്രീകൾ, ഇത് അറിയാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇതിൽ യാതൊരു ഇതുമില്ലാത്ത കുറേ സിവിലിയൻസ് നഷ്ടപ്പെടുന്നുണ്ട്. അവർ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ വേദനയാണ് നമുക്ക് എപ്പോഴും ഒരു ഇതായിട്ട് വരുന്നത്. നമ്മൾ ഒരിക്കലും തീവ്രവാദികൾക്ക് അനുകൂലമല്ല, പക്ഷേ ഈ കുട്ടികളുടെ ഒരു വേദന, അല്ലെങ്കിൽ അവർ അനാഥമായിട്ട് കിടക്കുന്ന അവർക്ക് ഇനി അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചോദിച്ചാൽ അറിയില്ല. അവിടെ ഇങ്ങനെ ആ കുട്ടികൾ നടക്കും, കുറേ കുട്ടികൾ മരിച്ചു വീഴുന്നുണ്ട്. നമ്മൾ കാണുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പട്ടിണിയൊക്കെ നമ്മുടെ കൺമുമ്പിൽ, അതിനേക്കാളും ഭീകരമായിട്ടുള്ള അവസ്ഥയിലാണ് അവിടുത്തെ കുഞ്ഞുങ്ങൾ. അപ്പം ഇത് ശക്തമായിട്ട് ഇനി ഈ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ US ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളൊക്കെ ഇടപെട്ട് എത്രയും വേഗം, കാരണം ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു, 1 വർഷത്തിൽ ഉണ്ടായ ഒരു നാശം എന്ന് പറഞ്ഞാൽ ഗാസയൊക്കെ തവിട് പൊടിയോ ഒന്നുമില്ല. ഇനിയുള്ള മിച്ചമുള്ള ജനങ്ങളെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് ഇവർക്കെതിരെ യുദ്ധം ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഇവന്മാര് നിൽക്കൂല. ഈ ഹമാസ് എന്ന് പറയുന്നമാര് എന്തുകൊണ്ട് നിൽക്കൂല? തീവ്രവാദം സാർ, ഇവർക്ക് എന്ന് പറയുന്ന രാജ്യത്തിലെ ജനങ്ങളോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ. ഞാൻ ചോദിക്കുന്നത് തീവ്രവാദം എന്തുകൊണ്ട് എത്ര ശക്തമായിട്ട്? ഇപ്പോൾ ഇപ്പോൾ നോക്കൂ, നമ്മൾ ഛത്തീസ്ഗഡ് മാവോയിസത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്, കൊള്ളക്കാരെ നമ്മൾ ഇല്ലാതാക്കി. ഇവർക്കൊക്കെ ഓരോ ആശയങ്ങളുണ്ടെന്ന്. ഇപ്പൊ മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും CPIയുടെ ഒരു പ്രത്യേക ഇത് അവർക്കൊക്കെ ചില ആശയങ്ങളുണ്ട്. അവർക്ക് രാജ്യങ്ങൾ പഠിക്കണം, ഐഡിയോളജി. പിന്നെ ഇവരെ തന്നെ നിലനിർത്തിക്കൊണ്ട് രാജ്യങ്ങൾ കളിക്കുന്നുണ്ട്. ഇപ്പം അമേരിക്ക ആണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിൽ ഇവരെ സൈനിക തലവന്മാരെ, കാരണം അവിടെ നമ്മുടെ രാജ്യത്തിലെ പട്ടാളക്കാരെ പോലെ അല്ല മറ്റുള്ള രാജ്യങ്ങൾ. അവർക്കൊന്നും ഇതിന് സ്വന്തമായിട്ട് ജീവൻ പൊലിച്ച് സ്വന്തം. അപ്പൊ ഇങ്ങനെ ഇവർക്ക് പണം കൊടുത്തു. ഈ പോയിന്റ് കിട്ടി. ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയ ശാസ്ത്രം എന്നൊക്കെ പറയുന്നത് ബൂർഷ്വായിസം എന്ന് പറയുന്ന ചൂഷണം ഒഴിവാക്കിക്കൊണ്ട് എല്ലാവർക്കും തുല്യമായിട്ട് സ്വത്ത്, ഒരു നല്ല ഐഡിയോളജിയാണ്. നല്ല ഐഡിയോളജിക്ക് വേണ്ടി അവർ തല കൊയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ ഐഡിയോളജി എന്താണ്? ഹമാസിൻ്റെ ഐഡിയോളജി എന്താണ്? ഹമാസിൻ്റെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഒരു അന്യമതസ്ഥൻ ഉണ്ടാവാതിരിക്കുക. അന്യമതസ്ഥനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ, തീവ്രവാദത്തിൻ്റെ പ്രത്യയശാസ്ത്രം ഇതാണ്, ഇല്ലാതാക്കി കഴിഞ്ഞാൽ, പഹൽഗാമിലും അത് തന്നെയാണ് കാണിച്ചത്, ഇല്ലാതാക്കി കഴിഞ്ഞാൽ അവർക്ക് സ്വർഗം, അവിടെ ഹൂറികളുടെ സഹവാസം ഉണ്ടാവും, പാലും തേനും ഒഴുകുന്ന അവിടെ എന്ന് പറഞ്ഞൊരു വിശ്വാസത്തിലേക്ക് കൊച്ചുനാളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ. അവൻ്റെ മനസ്സിൽ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിൽ മുലപ്പാൽ പോലെ ഊട്ടപ്പെടുന്ന ഒരാശയമാണ്. അവൻ്റെ രക്തത്തിലൂടെ ഒഴുകുന്ന ആ തീവ്രവാദം. ഞങ്ങൾക്ക് സ്വർഗം കിട്ടും, ആരെ കൊന്നാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഗ്യാരൻറ്റീഡാണ്. ഒരു ഇൻഷുറൻസ് കിട്ടുക. ആ ഇൻഷുറൻസ് കൊടുത്ത ആൾക്കാരാണ് ഇങ്ങനെ മറ്റുള്ളവരെ കൊല്ലാൻ തയ്യാറായിട്ട്, പട്ടിണി കിടന്നാലും പരിവട്ടം ഉണ്ടായാലും ശരി, എന്തൊക്കെ വഴിമധ്യേ എന്തൊക്കെ ദുരന്തങ്ങൾ നേരിട്ടാലും ശരി, ഞങ്ങളത് ചെയ്യും, അത് ചെയ്തിരിക്കും. പാലസ്തീൻ പറയുന്ന രാജ്യത്തിന് അടുത്ത് അമുസ്ലിമായിട്ടൊരു രാജ്യം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ദാർഢ്യം, വിശ്വാസദാർഢ്യം, അതാണ് അവരുടെ പ്രത്യയശാസ്ത്രം. അതാണ് അതിൻ്റെ ഇന്ധനം. ആ ഇന്ധനം അവിടെ ഉള്ളിടത്തോളം കാലം, നമ്മളൊരു തിരി കത്തിച്ചു വയ്ക്കുക, വിളക്കിൽ എണ്ണ ഒഴിച്ചു വെക്കുക, ആ എണ്ണ അവിടെ ഉള്ളിടത്തോളം കാലം ആ തിരി കത്തിക്കൊണ്ടേയിരിക്കും, അല്ലേ? തിരി ഇല്ലാതാവുന്നില്ല എന്ന് പറയുന്ന പോലെ ആ എണ്ണ ഇല്ലാതാക്കുക. എണ്ണ എന്ന് പറയുന്നത് മറ്റൊരു മതക്കാരനെ കൊന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്നു എന്നുള്ള അന്ധവിശ്വാസമാണ്. വേൾഡ് ട്രേഡ് സെൻറ്ററിന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നിലും അതാണ്. ആ അന്ധവിശ്വാസമാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ അന്ധവിശ്വാസം. ആ അന്ധവിശ്വാസത്തിനെ അതിൻ്റെ അന്ത്യം കാണാതെ ഈ തീവ്രവാദം. പക്ഷെ അതിന് അന്ത്യം എങ്ങനെ കാണാനേ? അതിന് കുടപിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ, ചൈന, ഈ പറഞ്ഞോണം എല്ലാ രാജ്യങ്ങളും. നമ്മൾ പൊതുവെ തീവ്രവാദത്തിന് അവർ എതിരാണെന്ന് പറയുമ്പോഴും മിക്ക രാജ്യങ്ങളും ഇതിന് കുടപിടിച്ചു. അപൂർവം ചില രാജ്യങ്ങളെ ഉള്ളൂ സമാധാനം ആഗ്രഹിച്ച് ഇവരെ ഉന്മൂലനം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൂ. ബാക്കി എല്ലാവരും ഇവർക്ക് കുടപിടിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടുന്ന ആയുധങ്ങളും കാര്യം. ഈ ഹമാസിന് എങ്ങനെയാണ് ഇത്ര ആയുധങ്ങളും സാമ്പത്തികവും കിട്ടുന്നത്? എല്ലാവർക്കും ഉള്ളത് സാമ്പത്തിക താല്പര്യമാണ്. സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ലോകത്തിലെ അമേരിക്ക ഉൾപ്പെടെ എല്ലാ രാഷ്ട്രങ്ങളും നിലകൊള്ളുന്നു. അവിടെയാണ് പാകിസ്ഥാനെ എന്തുകൊണ്ടാണ് ചൈന സഹായിക്കുന്നത്? മറ്റൊരു ചോദ്യം ചോദിച്ചാൽ സാമ്പത്തിക താല്പര്യം. പാകിസ്ഥാനെ സഹായിക്കുന്ന യാചേന അവിടെ നിന്ന് സമ്പത്ത് കടത്തുക, ധാതുക്കൾ കടത്തുക. ബലൂചിസ്ഥാനിൽ നിന്ന് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ ടെററിസത്തിന് നേരെ അങ്ങ് കണ്ണടയ്ക്കും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.